ഏറ്റവും പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അറക്കലാണ്. നമ്മുടെ ഈ വർഷത്തെ അക്കാദമിക് ഇയറിന്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോൾ കഴിഞ്ഞു സാർ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. പകുതി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ, പകുതി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മാസങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി. ഏകദേശം പൂജ ഹോളിഡേയ്സ് കഴിഞ്ഞാൽ പകുതി കഴിഞ്ഞു എന്നാണ് പൊതുവെ പറയാറുള്ളത്. അങ്ങനെയാണ് ഒരു അക്കാദമിക് കലണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കഷ്ടിച്ച് 2 മാസം മാത്രമേ ഉള്ളൂ. ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ, നവംബർ കഴിഞ്ഞാൽ ഡിസംബറിൽ ക്രിസ്മസ് എക്സാം ആണ്. പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടാവും. സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് മേ ബി നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും എല്ലാ വിഷയത്തിൻ്റെയും. അതിൽ ബയോളജിയിലെ ടെക്സ്റ്റ് ബുക്കും നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റാൻഡായിട്ട് ചില കുട്ടികളോട് ചോദിച്ചപ്പോൾ ചില സ്കൂളുകൾ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബയോളജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ കണ്ടന്റാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡൈജഷൻ പഠിച്ചു, സർക്കുലേഷൻ പഠിച്ചു, റെസ്പിറേഷൻ പഠിച്ചു, എക്സ്ക്രീഷൻ പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലാത്തവരുണ്ടാവും, കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ എനിവേ, ഇനി ഇല്ലാത്തവരെന്ത് അള്ള പോലെ അഭിനയിക്കുക. ഓക്കെ, അപ്പോൾ എനിവേ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് ചോദിച്ചാൽ, സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ 3 ചാപ്റ്റർ ഉള്ളത്, ടോട്ടൽ 3 ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 3 ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ 3 ചാപ്റ്റർ, അങ്ങനെ മൊത്തത്തിൽ 6 ചാപ്റ്ററാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ, ചലനത്തിന് പിന്നിൽ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്, അതായത് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് 5th ചാപ്റ്റർ വരുന്നത് പ്രത്യുൽപാദന ആരോഗ്യം, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. ആൻഡ് 6th ചാപ്റ്റർ വരുന്നത് വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓരോന്ന് എന്താ സംഗതി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 4th ചാപ്റ്റർ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡൈവേഴ്സിറ്റി ഇൻ മൂവ്മെൻറ്റ്, മസിൽസ്, സ്കെലിറ്റൽ സിസ്റ്റം, അസ്ഥികൂടം, നമ്മുടെ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്, ശരീരത്തിലെ മസിൽസുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മസിൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ പ്ലാൻ മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നല്ല രസമുള്ള ചാപ്റ്ററാണ്. നമ്മുടെ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്, ഏതൊക്കെ എല്ലുകളാണ്, കയ്യിൽ എത്ര എല്ലുണ്ട്, കാലിൽ എത്ര എല്ലുണ്ട്, തലയിൽ എത്ര എല്ലുണ്ട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എത്ര എല്ലുണ്ട്, എത്ര മസിലുണ്ട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടിപൊളി ചാപ്റ്ററാണ്. ഇനി അതിലേറെ അടിപൊളിയായുള്ള മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ചാപ്റ്റർ, 6th ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്റർ, പ്രത്യുൽപാദനത്തിൻ്റെ ചാപ്റ്റർ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റിൽ തന്നെ ജെൻഡറും സെക്സിനെയും കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഹെൽത്തി പ്രഗ്നൻസി, ഹെൽത്തി പ്രഗ്നൻസിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫീച്ചൽ ഗ്രോത്ത്, ആൻറ്റിനാറ്റൽ കെയർ, മദർഹുഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാലിൻ്റെ പ്രത്യേകതകൾ, വാക്സിനേഷന്, പിന്നെ ലാസ്റ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഫെർട്ടിലൈസേഷനും പ്രഗ്നൻസിയും, ആദ്യത്തെ 3 മാസം കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു, പിന്നീടുള്ള 3 മാസം എന്ത് സംഭവിക്കുന്നു, അവസാനത്തെ 3 മാസം എന്ത് സംഭവിക്കുന്നു, ലാസ്റ്റ് എങ്ങനെയാണ് പ്രസവിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. സീന് ചാപ്റ്റർ, വേറെ ലെവൽ ചാപ്റ്റർ. ഓക്കെ, നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നോ ടെൻഷൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ആണ്, വർഗീകരണമാണ്. ഇത് ഒരു നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ചാപ്റ്റർ, അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അതായത് നമ്മുടെ ഭൂമി ലോകത്ത് ഇഷ്ടംപോലെ അനിമൽസ് ഉണ്ട്, സസ്യജന്തു ജീവജാതികൾ ഒരുപാടുണ്ട്. ഈ എല്ലാ ജീവികളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഒരു എവല്യൂഷണറി ട്രീ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. രസകരമായുള്ള ചാപ്റ്ററാണ്. ഏതായാലും നമ്മൾ സൂപ്പറായിട്ട് പഠിക്കും. അപ്പോൾ ഇത് സൂപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിൽ, നമ്മൾ നിഞ്ച ബാച്ചിൽ വെറുതെ ചുമ്മാ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. കാരണം നമ്മളെ യൂട്യൂബിൽ കൊടുക്കുന്നതിനേക്കാൾ കോണ്ടന്റും അതുപോലെ തന്നെ അതിലേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നിഞ്ച ബാച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിഞ്ച ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഞ്ച ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ 15% ഓഫർ ഉണ്ട്, 50% ഓഫർ. സോ അത് മുതലെടുക്കണം, മാക്സിമം അത് ഉപയോഗപ്പെടുത്തണം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൈലത്തിനൊപ്പം ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.